മോർണിംഗ്. എല്ലാവർക്കും കിട്ടാത്തവരുണ്ടെങ്കിൽ പറയണേ, എല്ലാവർക്കും പോകുന്നുണ്ടല്ലമ്മ. ഞാൻ ആർക്കെങ്കിലും ബൈ മിസ് കിട്ടാണ്ട് പോയാ അല്ല, ഇങ്ങനെ ഒച്ചയിൽ കൊടുക്കുമ്പോൾ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ആ ഉമ്മ എന്ന് പറയുമ്പോൾ ഇത്തിരി പവർഫുള്ളായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് കിട്ടാൻ വഴിയുണ്ട് കേട്ടാ. സന്തുഷ്ടി ആയല്ലോ, അത്യാവശ്യം മഴയൊക്കെ പെയ്തല്ലോ, മഴ പെയ്ത് ഒഴുകി അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ, നമ്മുടെ പ്രാർത്ഥന കേട്ടല്ലോ, മഴ ഒന്ന് ചെറുതായിട്ട് നിന്നല്ലോ, അതിലിത്തിരി സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ ഇത്തിരി വെയിലും മഴയൊക്കെ വേണം, ഇടയ്ക്കൊരു വെയിലും വേണം, ഇടയ്ക്കൊരു മഴയും വേണം. ഈ മയിൽ കുഞ്ഞുങ്ങളും മയിൽ പിതാവും മയിൽ മാതാവൊക്കെ ഓടിപ്പോണത് കണ്ടോ രാവിലെ? ആ അച്ഛനും അമ്മയായ മയിലും അതിന്റെ കുട്ടിയായിട്ട് പോകുമ്പോൾ പിന്നെ എന്താ പറയാ, അതൊക്കെ ഒരുമിച്ച് പോണത് കണ്ടോ? എന്താറിയോ ആ പിന്നില് മരത്തിന്റെ അവിടെയൊക്കെ നിറയെ മയില്, മരത്തിന്റെ മുകളിലും ഒക്കെ കയറി ഇരിക്കുക. എന്ത് രസമായിരുന്നു അല്ലേ? മഴ പെയ്തതിന്റെ സന്തോഷത്തിന്. അപ്പൊ ചൂടെന്താ പറയാത്തത്? ചൂട് പറയണെങ്കിൽ അമ്മ ഇങ്ങനെ മഴ വരുമ്പോഴേക്കും പ്രാവേകാരണം കൊണ്ട് ഒന്നുകൂടി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചൂട് കുറഞ്ഞേനെ. അത് ഇന്നാളത്തെ കാര്യല്ലേ, അതെന്തിനാ ഇപ്പൊ പറയുന്നത്? പ്രാവൊന്നുമില്ല മിണ്ടാണ്ടിട്ടോ. അപ്പൊ ഇന്ന് എന്താന്ന് അറിയോ? എന്താണ് ഇന്ന് വൻപയറും കൊണ്ടൊരു കറിയാണ്. അതായത് വൻപയറും കൊണ്ട് നമ്മൾ പുളി വെക്കും. അത് ഞാൻ ഒരിക്കൽ കാണിച്ചിട്ടുണ്ട്. ഇത് പുളി ഒഴിച്ചതല്ല കേട്ടോ, അല്ലാത്ത ഒരു കറിയാണ്. പുളിയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വൻപയർ പുളി വെക്കുമല്ലോ, അതല്ല, പുളി ഒഴിക്കാത്ത ഒരു കറിയാണ്. പുളി ഒഴിക്കാത്ത കറി. ആ കറിക്ക് ഈ കറിക്കുള്ള വ്യത്യാസം എന്താ പറഞ്ഞാൽ, അതിൽ പുളി ഒഴിച്ചു, വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഭയങ്കര കണ്ടുപിടുത്തങ്ങളാണ്. അതിൽ പുളി ഒഴിച്ചു, ഇതിൽ പുളി ഒഴിച്ചില്ല, അത്രേ ഉള്ളൂ വ്യത്യാസം. അതല്ല, അന്ന് ഞാൻ കാണിച്ച വൻപയറിൽ പുളി ഒഴിച്ചിരുന്നു. ഇന്ന് ഇന്ന് ഞാൻ കാണിക്കാൻ പോണ വൻപയറിൽ പുളി ഒഴിച്ചിട്ടില്ല. അപ്പൊ ഈ പുളി അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ രണ്ട് പാചകം ഒന്നാണെന്നാണ് പറയുന്നത്. അത് പാലക്കാടൻ പുളിയായിരുന്നു ഞാൻ കാണിച്ചത്. വൻപയർ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുമല്ലോ. അതുകൊണ്ട് നമ്മുടെ എരിശ്ശേരിയിലിടും കൂട്ടുകാർ, അല്ല എരിശ്ശേരിയിലിടും കൂട്ടുകാർ, എന്തൊക്കെ മതി. ആ ചെറിയ ബുദ്ധിക്ക് ഒരുപാട് പണി കൊടുക്കണ്ട. കുറെ സാധനങ്ങൾ ഉണ്ടാക്കും. ആ ചിന്ന ബുദ്ധിക്ക്, പിന്നെ തോരൻ വെക്കില്ലേ, ആ ചെറിയ ബുദ്ധിക്ക് ഒരുപാട് ടൈം കൊടുക്കരുത്. മതി ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് മുളക്, അതായത് വറക്കാത്ത മുഴുവൻ മുളകും മല്ലി, പച്ചക്ക് മുളകും മല്ലി, അത് അവനെ ആവശ്യത്തിന് കേട്ടോ, എരിവിന്. ഇപ്പൊ മല്ലിയുടെ ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതലാണ്, പിന്നെ ഈ മുളക് എരിവിനനുസരിച്ച്. അത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, മഞ്ഞൾ, ഇത്രയും കൂട്ടി അരച്ചതാണ്. എന്തൊക്കെ അറിയാം? മുളക്, മല്ലിയുടെ ക്വാണ്ടിറ്റി ഇത്തിരി കൂട്ടണം. അതായത് നമ്മൾ എല്ലാത്തിനും മല്ലി പച്ചക്കറിയിലൊക്കെ ഇത്തിരി കുറവല്ലേ, അപ്പൊ അതിനേക്കാൾ ഒരു ഇത്തിരി അത് അവന്റെ ആവശ്യത്തിനുള്ള ഇതിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനിയിപ്പോ കുറച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ മുളക്, മല്ലി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം, കറിവേപ്പില, മഞ്ഞപ്പൊടി, ഒരു ഇത്തിരി മല്ലിയില ഞാൻ കൂട്ടിയിട്ടുണ്ട്. അത് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് വേണ്ടാന്ന് വെക്കാം. പിന്നെ നിന്നെപ്പോലെ എനിക്ക് അത്ര വലിയ ഇതൊന്നും അറിയില്ല കേട്ടോ. ഞാൻ അറിയുമ്പോഴൊക്കെ കളിയാക്കിയതല്ല. അല്ല നല്ല ശുദ്ധ മലയാളത്തിന്റെ ഇടയ്ക്ക് എന്തോ ഒരു സ്കിപ്പ് എന്ന് കേട്ടപ്പോ എന്താ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനിപ്പോ എന്താ. പിന്നെ ഒരു തക്കാളി പുളിക്ക്, ഇത് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് വേണമെങ്കിൽ 1-2 തക്കാളി ഇടാം. തക്കാളി പച്ചമുളകിന്റെ എന്തോ നിരണ്ടിട്ട പോലെ ഉണ്ടല്ലോ കാണാണ്ട്. അത് പച്ചമുളക് ഞാൻ ഇതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് മറന്നോന്ന് പറഞ്ഞത് ചോദിച്ചാണ് കേട്ടോ. അപ്പൊ ഇതാ വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, അത്രേ വേണ്ട, ഒരുപാട് ഉള്ളി എന്നതിന് വേണ്ട. അപ്പൊ അതിന് നമ്മൾ കുറച്ച് വെളുത്തുള്ളി 4 അല്ലി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ വെളുത്തുള്ളി, ഈ ചെറിയ ഉള്ളി മാത്രമേ വേണ്ട, സവാള ഒന്നും വേണ്ട. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ ആ കോഴിമുട്ട എപ്പോഴാണ്? കോഴിമുട്ട അത് ഓംലെറ്റിനാണ്. അത് ഇതിൽ പൊടിച്ചിടാനൊന്നല്ലോ. മറന്നു. അമ്മ ഒരു അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ എന്താണ്, ഒരു കാര്യം മറന്നാ ഓർമ്മിപ്പിക്കാനാണ്. അപ്പൊ അത് ഓർമ്മിപ്പിച്ചാണ്. അത് എന്തിനാ എപ്പ വെക്കുന്നത്? അത് അപ്പ വെച്ച പോലെ. അമ്മ ഒരു വ്യക്തിക്ക് ചോദിച്ച് മനസ്സിലാക്കണ്ടേ? വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എല്ലാരും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്,
ഈ അമ്പൂമ്മ എന്താ ഒരു ദിവസം ഇങ്ങനെ ക്ഷീണിച്ച് കാണും, പിറ്റേ ദിവസം തന്നെ രാവിലെ ആരും ചോദിച്ചില്ല. തടിച്ചു കാണും, അതിന്റെ പിറ്റേ ദിവസം വീണ്ടും ക്ഷീണിച്ച് കാണും. ഞാൻ കാണാത്തൊന്നല്ല, നീ കണ്ടു, നീ മിണ്ടാണ്ടിരിക്കണ വെറുതെ പറയല്ലേ. ഞാൻ കണ്ടതാണല്ലോ എപ്പ കണ്ടു? അങ്ങനെ ചിലത് ചോദിക്കുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും ക്ഷീണുണ്ടെന്ന് അന്ന് വയ്യാത്തിരിക്കുന്നു. അതൊന്നല്ല, ഇന്നിപ്പോ ഉണ്ടപ്പക്രുവാണ്, നാളെ അമ്മ ഇത്തിരി മെലിഞ്ഞുണ്ടാവും. അത്തിരി തടിച്ചു, അപ്പൊ നാളെ അമ്മ മെലിഞ്ഞുണ്ടാവും. അതങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ സംഭവിക്കണമ്മ? അപ്പൊ ഈ വെളുത്തുള്ളിയും ചെറിയുള്ളി രണ്ടും ഒപ്പട്ട്. അതെന്താ ഒന്നിട്ടിട്ട് ഇന്നിട്ട് എന്താ സംഭവിക്കും? അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട്. അല്ല അതിങ്ങനെ ഒന്നിട്ടിട്ട് പിന്നെ ഇടാലോ. അല്ല, അതിന്റെ ആവശ്യമില്ലേ. അല്ല അങ്ങനെ ഇട്ടെന്താ കുഴപ്പം? ഒപ്പം ഇട്ടാ മതി ഇത്. അതാണ്. അങ്ങനെയല്ല, വേണമെങ്കിൽ അത് ഇട്ടിട്ട് ഇത് ഇടാം. അങ്ങനെ ഇടാ, ഞാനിത് ഒപ്പട്ടു. ഇപ്പൊ എന്താ വേണ്ടത്? അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ ഇത് ഒപ്പിട്ട് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. ഒരു രണ്ടും ഒരുമിച്ച് ആയാൽ മതി. ഒരുപാട് ഇങ്ങനെ ചോക്കര മുക്ക് അങ്ങനെയൊന്നും ആവണ്ടല്ലോ. അപ്പൊ പിന്നെ ഇതിങ്ങനെ ഇട്ടു. ചോക്കര മുക്ക്. ഇനി നമുക്കിതാ ഈ തക്കാളി. ചോക്കര മുക്ക് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം. എന്റെ ഭാഷയിൽ ചില ഇതൊക്കെ വരും, അതൊക്കെ അവർക്കറിയാം. നീ മിണ്ടാണ്ടിരിക്കേ. അവർക്ക് അത് പറയാം. അവർക്കെല്ലാം നമുക്ക് ഭാഷ അറിയില്ലാന്ന് അവർക്കറിയാം. അല്ല, അങ്ങനെ നല്ല പ്യൂറായിട്ട് മലയാളം അങ്ങനെ ഒന്നും പറയാൻ അറിയില്ല. ഏതാണ് പ്യൂറായിട്ട് പറയാറിയാ? ഏതും അറിയില്ല. കന്നഡ അറിയാം. പിന്നെ പ്യൂറായിട്ടൊരു കന്നഡ ഭാഷ. എന്നാ അമ്മ കന്നഡത്തിൽ പറയും, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. അല്ല, ചോക്കന മുക്ക് വന്നൊരു സ്ഥലമുണ്ട്. ഞാനതല്ല പറഞ്ഞ്. ചോക്കന നോക്കണോ? നല്ലോണം ബ്രൗൺ ആയിട്ട് അങ്ങനെ ആവേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞത്. ഞാൻ എന്താ കേട്ടറിയാം, ഇത് ചോക്കന മുക്കെന്ന് മേടിച്ചതാണെന്ന് എന്തോ പറയാൻ വരുമ്പോഴാണ് കേട്ടത്. നമ്മുടെ എന്നും പതിവുള്ള കരുവേപ്പില. അത് നെല്ല് എങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ അരപ്പിട്ടു. എന്നിട്ട് നമ്മുടെ അരപ്പ് അതിലേക്ക് ഇട്ടു. എന്നിട്ട് സ്വാഭാവികമായിട്ട് അതൊന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് വറക്കാണ്ടാണ് നമ്മൾ എപ്പോഴും ഈ കറിക്ക് വറക്കരുത്. അതായത് നമ്മൾ ആദ്യം വറക്കില്ലേ, മല്ലി മുളകൊക്കെ വറുത്തിട്ടുണ്ടാക്കുമല്ലോ, ഈ കറിക്ക് നമ്മൾക്ക് വറക്കാണ്ടാണ് നല്ലത്. അതാണ് പറഞ്ഞത്. ഞാൻ അതിന് കളിയാക്കരുത് കേട്ടോ. ഞാൻ കളിയാക്കാറില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് അതിന്റെ പച്ചമണം പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിന് നിറവ്യത്യാസം വരില്ലല്ലോ വേറെ. മറ്റത് നമ്മൾ വറുത്ത് കഴിയുമ്പോൾ അതിനൊരു ബ്രൗൺ നിറം വരും. അത് വേണ്ട, അതാണ്. അപ്പൊ അതിൻ്റെ ഒരു സ്വാദ് മാറും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ ഇതിലിങ്ങനെ കിടന്നിട്ട് ഒന്ന് സത്യമായിട്ടും പറഞ്ഞ ഞാൻ അങ്ങനെ കളിയാക്കല്ല. കളിയാക്കെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളൊരാളെ കളിയാക്കി കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരാൾക്കൊരു വിഷമം തോന്നും. അയ്യോ എന്താണ് എന്നെ ഇങ്ങനെ കളിയാക്കണമെന്ന്. അങ്ങനെ നമുക്ക് തോന്നുന്നില്ലല്ലോ. അപ്പൊ എങ്ങനെ ഇന്നാലും അങ്ങനെ ഒരു തോന്നലില്ലല്ലോ. കളിയാക്കല്ലോ, ഇതൊക്കെ ഒരു കുറുമ്പ്. അല്ലാണ്ട് അതിന് കളിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. കളിയാക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ, ഒരാളുടെ എന്തെങ്കിലും മൈനസ് പോയിന്റ് എടുത്തിട്ട് അവർക്ക് ഇട്ട് കൊടുത്തിട്ട് കളിയാക്കുന്നതാണ് മോശപ്പെട്ട കാര്യം. അല്ലാണ്ട് ഇങ്ങനെയുള്ള തമാശ പറയണതൊന്നും മോശപ്പെട്ട കാര്യമില്ല. ഇതിനെ കളിയാക്കാന്ന് പറയാ, പക്ഷെ അത് ഒരാളിനെ ടീസ് ചെയ്യുന്നതല്ല. നമുക്ക് ഈ പയറയിൽ കിട്ടും. എന്തിനാ ഇതിനെ വൺ പയർ എന്ന് വിളിക്കണം? ഇപ്പൊ കുറച്ച് ചെറിയ പയറാണത്, ഇതിലും വലിയ പയർ കിട്ടും. ആ വലിപ്പം കൂടിയത് കൊണ്ടാണോ അതിന് വൻ പയർ എന്ന് പറയുന്നത്? വൻപയറെന്നാ പറയാ, അത് എന്തിനാണെന്നൊന്നും എനിക്കറിയാം. അപ്പൊ അമ്മേനൊക്കെ നമ്മൾ വന്നമ്മ എന്ന് വിളിക്കണല്ലോ. ഇതിന് ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് ഇപ്പൊ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം. അത് എപ്പോ നോക്കും? അതൊന്നും ഇതാവട്ടെ, എല്ലാം മസാലയൊക്കെ ഒന്ന് പിടിച്ച് ശരിയാകുമ്പോൾ നോക്കിയിടാം. അപ്പോൾ ഈ മസാലയൊക്കെ വെള്ളത്തിൽ ഇട്ടെടുക്കാം. നമ്മ ഈ മസാലകൾക്ക് വെള്ളം കൂടി വേസ്റ്റ് ചെയ്യില്ല, അതും കൂടി അതിലേക്ക് ഒഴിക്കില്ല. മസാലയൊക്കെ ഉള്ളതല്ലേ, അപ്പൊ നമ്മൾ അതെങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അമ്മ ഉണ്ടാക്കുന്ന കറിക്കൊക്കെ ഒരു കളർഫുൾ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ആ കരീൻ്റെ മുകളിൽ സുന്ദരമായി കിടക്കുന്ന ആ തക്കാളി കാരണം കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. എല്ലാം മിക്സ് ആവുമ്പോ നമുക്ക് ചോറിനോ ഇത് കാണുമ്പോ തന്നെ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ പറ്റും. പുളി കഴിക്കാത്ത ഇപ്പൊ അമ്മയ്ക്കൊരു കോംപ്ലിമെന്റ് പറയാം, കേക്ക്. ഇത് കാണുമ്പോ തന്നെ ഒരു ബുക്ക് ബൈൻഡിൽ കൊടുക്കുന്ന പരസ്യം പോലെ ഉണ്ട്, മനസ്സിലായില്ലേ? കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഉണ്ണാൻ തോന്നും, ചോറ് എടുത്ത് കഴിക്കാം എന്നൊരു തോന്നൽ വരും, മനസ്സിലായില്ലേ? പിന്നെ അരിപ്പയിൽ കുറച്ച് പാത്രത്തിൽ മസാല ഉണ്ടാവുന്നത് കളഞ്ഞില്ല. അതിൽ കയ്യിലിട്ട് ഇളക്കിയിട്ട് അമ്മ ആ വെള്ളം കൂടി ഒഴിച്ചു.
അവസാനം ഈ ചട്ടിയിൽ നിന്ന് സാമ്പാർ അങ്ങോട്ട് എടുത്ത് മാറ്റില്ലേ, അപ്പം ആ ഈ പാത്രത്തിൽ അയവ് മതി. അപ്പൊ കുറച്ചും കൂടി കുറുകും. അപ്പൊ നമുക്കൊരു ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാം മതി. എന്നിട്ട് ഈ പച്ചമുളക് ഇട്ടു. കുറച്ചും കൂടി എന്താവുന്നു കുറുക. കുറുക. അപ്പൊ ഇനി അടച്ചു വെക്കാം. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് വേണേലും നീ പറഞ്ഞു. ഞാൻ വേറൊന്നും പറയാനില്ല. ഇത് അടച്ചു വെച്ചു. അതൊക്കെ അടുക്കി വെക്കുന്നതിനേക്കാളും മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഒരാളെ പറ്റി നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാം. നേരിലിരിക്കുന്ന ആളുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു യാത്രയിലിരിക്കുന്ന ആളുടെ അടുത്തോ പറയുന്ന സമയത്ത് മൂപ്പർക്കത് ഭയങ്കര മനോവിഷമം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാൻ പാടില്ല. അതല്ല ഇതൊരു രസമാണ്, ഇത്തിരി ദേഷ്യം വരുമ്പോഴും വീണ്ടും വീണ്ടും അവൻ പറഞ്ഞോട്ടെ എന്നാലാ നേരം പോകുള്ളൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാം. അങ്ങനെ ഒരു കഥ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞുതരാം. ഒരു ട്രെയിൻ യാത്രയുടെ കഥയാണ്. ഒരു ലോങ് ജേർണി തീവണ്ടി യാത്രയുടെ കഥയാണ്. മനസ്സിലായില്ലേ? അതിൽ യഥാർത്ഥമായിട്ട് ഞാനും എൻ്റെ സുഹൃത്തും എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിനെയും പുച്ഛിച്ചേ സംസാരിക്കുള്ളൂ. ഒരു കൂട്ടത്തിൽ അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 4 പേരുണ്ടെങ്കിൽ ഇവനെയും കൂടി അതിനുള്ളിൽ കൂട്ടിക്കഴിഞ്ഞാൽ ആ 4 പേര് തമ്മിൽ പരസ്പരം മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് അവർ തമ്മിൽ തല്ലുകൂടി പിരിയും. അത്രയും നല്ല സ്വഭാവത്തിൻ്റെ ഒരു ഉടമയാണ്. കൂട്ടുകാരൻ പറഞ്ഞ കഥയാണ്. ഒപ്പം ഒരു യാത്രയ്ക്ക് അങ്ങോട്ട് പോണ യാത്രയ്ക്ക് ഞാനും കൂടി ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വരുന്ന യാത്രയ്ക്ക് ഞാനില്ല. അപ്പോൾ ഈ ട്രെയിൻ യാത്രയുടെ കഥ പറയാൻ പറഞ്ഞത് ഇവനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ന് ഫ്രണ്ട്സ് ആണല്ലോ, ഇത്രയും മോശപ്പെട്ടവനാണെന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? എന്നാൽ ഒരു സഭയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വേഗം അവൻ നിന്ന് മാറിയിട്ട് ആൾക്കാർ ദൂരം പൊക്കോളും. കാരണം എന്താ പറഞ്ഞാൽ ഇവൻ്റെ ഒരു സ്ഥിരം സ്വഭാവമായിരുന്നു എവിടെ ചെന്നാലും എവിടെ ഇരുന്നാലും അവിടെ ആര് തമ്മിലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. ഒന്നുമില്ലെങ്കിൽ ഒരാളിനെ കളിയാക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഭയങ്കര ടൈം പാസ് ആയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ കളിയാക്കൽ പറഞ്ഞാൽ അവൻ്റെ നാണം മാനം എല്ലാം കളയും. ആ രീതിയിൽ കളിയാക്കും. അങ്ങനെ ഒരു ട്രെയിൻ യാത്ര. അപ്പോൾ ട്രെയിൻ യാത്രയിൽ പോയിക്കൊണ്ട് ഒരു കമ്പാർട്ട്മെൻറ്റ് നിറച്ച്, നമുക്കറിയാമല്ലോ നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ ആ കമ്പാർട്ട്മെൻറ്റ് മാത്രമല്ല അതിൻ്റെ അടുത്ത കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ അടക്കം പോയിട്ട് നമ്മൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെട്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര എന്ന് പറയുന്നത് ട്രെയിൻ യാത്രയാണ്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾക്കാർ അടുത്ത കമ്പാർട്ട്മെൻറ്റ് അവിടെയൊക്കെ ആയിട്ട് അന്താക്ഷരി പാടിയിട്ടും കഥകൾ പറഞ്ഞിട്ടും അങ്ങനെ ഒരു അറ്റം തൊട്ട് ഒരറ്റം വരെ നടന്ന് എല്ലാവരും ലാസ്റ്റ് ഒരു ബോഗിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരുവിധ ആൾക്കാർക്ക് നമ്മളെ കൈ കൊണ്ട് വിഷ് ചെയ്യണം. അങ്ങനെ ഒരു യാത്ര എന്നും ഒരു മെമ്മറി ആക്കുന്ന ഒരു ശീലം എനിക്ക് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഇവനും ഉണ്ടായിരുന്നു നമ്മുടെ ഒപ്പം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബോഗിയിലുള്ള മുഴുവൻ ആൾക്കാർ നല്ല ഫ്രണ്ട്സായി. അപ്പോൾ അവിടെ ഒരു അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ വസ്ത്രധാരണ എല്ലാം ഉള്ള ഒരാളാണ്. ഒരു മുണ്ടൊക്കെ കൊടുത്ത് ഒരു തലക്കെട്ടൊക്കെ കെട്ടി ഇത്ര പ്രായമൊക്കെ ചെന്ന ഒരു വയസ്സായ ഒരാൾ. അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ട് വരുമ്പോൾ ഇങ്ങോരും പരിചയപ്പെടുമ്പോൾ ഇങ്ങോര് 2 മക്കളുണ്ട്. അവരും അന്യരാജ്യത്ത് ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് അവിടെയാണ്, 4 വർഷം 5 വർഷമൊക്കെ ആയിട്ട് അവിടെയാണ്. എപ്പോഴും അവർക്ക് വരാൻ പറ്റില്ല, തിരക്കുള്ള ജോലി ആയതുകൊണ്ട് അച്ഛനെ വിളിപ്പിച്ചതാണ്. അപ്പോൾ അയാളുടെ കഥ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെ കഥ പറയുമ്പോൾ ഇങ്ങോരും പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എൻ്റെ മക്കളുണ്ട്, അവർ 2 പേരും അവിടെ സമ്പാദിക്കുകയാണ്. അപ്പോൾ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് അമ്മ വീട്ടിലാണ്. അപ്പോൾ അമ്മേനെ കൊണ്ടുവരാൻ പറ്റില്ല, അതൊരു വിഷമം അവർക്കുണ്ട്. ഞാൻ പോയിട്ട് കുറച്ച് ദിവസം അവൻ്റെ ഒപ്പം ഇരുന്നിട്ട് അവർ ഭയങ്കര നിർബന്ധിച്ച് വിളിക്കുകയാണ്. പോകാൻ മനസ്സുണ്ടായിട്ടല്ല, ഭാര്യനെ വേറെ ആൾക്കാരൊക്കെ ബന്ധുക്കളൊക്കെ ഏൽപ്പിച്ച് വന്നാണ്, നമുക്കുണ്ട് ഇരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ സുഹൃത്തായ ഇവനെന്തറിയോ, ഇയാളിനൊരു പുച്ഛം, ഒരു നാടൻ വസ്ത്രം തലയെക്കെട്ട്, അയാളുടെ വേഷധാരണകൾ, അയാളുടെ താടി, അതിനൊന്നും ഇവന് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഈ ട്രെയിൻ യാത്ര മുഴുവനും ഈ അന്താക്ഷരി പാടലും പാട്ട് പറയലും തമാശ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വ്യക്തിനെ, ഈ പ്രായം ചെന്നൊരു വ്യക്തിയില്ലേ, ഇയാളിനെ മിനിറ്റിന് കളിയാക്കി കൊണ്ടേ ഉണ്ടായിരുന്നു. ഈ കളിയാക്കലെന്ന് പറഞ്ഞാൽ അയാൾക്കത് മനസ്സിലാവണില്ല, ഈ വ്യക്തിക്കത് മനസ്സിലാവണില്ല. അപ്പോൾ ഈ പാവം മനുഷ്യൻ ഇയാളിൽ തന്നെ കളിയാക്കണമെന്ന് മനസ്സിലാവാതെ ഈ മനുഷ്യൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ വിചാരം എന്താ അറിയോ, ഏതോ ഒരു വ്യക്തിനെ കളിയാക്കുകയാണെന്ന് പറഞ്ഞാണ് ഇയാൾ ചിരിക്കണത്. ഇയാളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ നിമിഷം പരിചയപ്പെട്ട അയാളിനെ ഒരുപാട് കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞോടാ അങ്ങനെ ചെയ്യരുത്. ഒന്നുമില്ലെങ്കിൽ ഒരു ഗ്രാമവാസി, ഒന്നാമതൊരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ആദ്യമായിട്ടൊരു സ്ഥലം വരെ പോവുക, ഇത് മിറ്റ ആൾക്ക് മനസ്സിലായ ഭയങ്കര ദുഃഖമാവും പറഞ്ഞു. ആയിക്കോട്ടെ, ഈ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റിയൊരു യോഗ്യത ഇല്ലാത്ത ആളെന്ന് അവൻ്റെ മനസ്സിലൊരു ധാരണ, മനസ്സിലായില്ലേ? അയാൾ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് വന്നാണ്, അത് അവനറിയില്ലല്ലോ. അപ്പോൾ ഞാനിതൊന്ന് മാറിപ്പോയിട്ട് എന്തോ ആയിക്കോട്ടെ വന്നിട്ട് മാറിപ്പോയി. അങ്ങനെ ആ ട്രെയിൻ യാത്ര അവസാനം വരെ ഇവൻ്റെ കുറേ തമാശകളും കാര്യങ്ങളുടെ ഇടയ്ക്ക് ഇയാളൊരു ഹാസ്യ കഥാപാത്രമായിരുന്നു. അപ്പോൾ പോണ സമയത്ത് പാവം ഇയാൾ ഇറങ്ങിയിട്ട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയി. ഇറങ്ങുന്ന സമയത്ത് സ്ഥലമൊക്കെ ഒരേ സ്ഥലമാണ്. അയാൾക്കൊന്നും മനസ്സിലായില്ല. നല്ല സന്തോഷമായിരുന്നു മോനെ, ഭയങ്കര ടൈം പാസ് ആയിരുന്നു പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അയാൾ അങ്ങനെ ഇറങ്ങിപ്പോയി. ഇവൻ നമ്മുടെ ഒപ്പമൊക്കെ വന്നു, നമ്മുടെ ആ ഗ്യാങ്ങിലേക്ക് വന്നു. ഞങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി കുറേ വർഷത്തിന് ശേഷം ഒരു സ്ഥലത്തേക്ക് പോയതാണ്. അവിടെ പോകുമ്പോൾ
അവിടെ ഈ പറഞ്ഞ പോലെ ഇവൻ്റെ സ്വഭാവം ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇത്ര വർഷമായാലും ഇവൻ്റെ മാറ്റം വന്നിട്ടില്ല. ഏത് നേരം ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇനി ഒരാളിനെ കളിയാക്കുക, അത് ആരും എപ്പോഴും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ഫ്രണ്ട്സുകൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ വരുത്തുക, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക. ഇത് കണ്ടപ്പോൾ മെല്ലെ 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 ഓരോരുത്തരായിട്ട് ഇവൻ്റെ അടുത്തുനിന്ന് മാറാൻ തുടങ്ങിയപ്പോൾ ഇവന് സ്വയം ബോധ്യമായി. ഇനിയിപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോട്ടെ പറഞ്ഞപ്പോൾ നമുക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഇപ്പം തന്നെ വരുന്നില്ല, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ, കുറച്ച് ദിവസം എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് ഇരുന്നിട്ട് പിന്നെ വരാ പറഞ്ഞു. അപ്പോൾ ഇവൻ തിന്ന എനിക്ക് അത്യാവശ്യം പണിയുണ്ട്, വേറെ അത്യാവശ്യം പണിയൊന്നുമില്ല. ഇവൻ അവിടെ ആർക്കും ഇഷ്ടമായില്ല, ഇവൻ വേഗം പുറപ്പെട്ടു. ഇവൻ പുറപ്പെട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആക്കി ഹാപ്പി ആയിട്ട് തന്നെ അയച്ചു. ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ തന്നെ അയച്ചു, കാരണം അങ്ങനെ വരുത്താൻ പാടില്ലല്ലോ, ഫ്രണ്ട്സ് അല്ലേ. അങ്ങനെ ഇവൻ കയറിപ്പോയി. ആ ട്രെയിനിൽ യാത്ര ചെയ്ത് ഒരു പകുതി ദൂരം എത്തുമ്പോൾ ഇവൻ എന്തിനോ വേണ്ടിയിട്ട് അവൻ്റെ പർസ് ചെക്ക് ചെയ്യണു. അവൻ്റെ പർസ് പിക്ക് പോക്കറ്റ് ആയിട്ടുണ്ട്. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമാണ്. ഇപ്പോഴാണെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അന്ന് ഒന്നുമില്ല, ലാൻഡ് ഫോൺ മാത്രമുള്ളൊരു കാലമാണ്. ഇവൻ ആകെ അങ്ങോട്ട് പെട്ടുപോയി. വലിയൊരു ലോങ് ജേർണിയാണ് നാട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ. അപ്പോൾ ഭക്ഷണം കഴിക്കണം, കാര്യങ്ങളുണ്ട്, ടിക്കറ്റ് അടക്കം അതിൻ്റെ ഉള്ളിലാണ്. എല്ലാം മിസ്സായിട്ട് എന്താ ചെയ്യാന്നറിയാണ്ട് ട്രെയിനിൻ്റെ ഉള്ളിലാകെ വെപ്രാളം പിടിച്ചിട്ട് ചെയിൻ വലിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ പകുതി ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞു. അവിടെ എവിടെയെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് അവൻ തിരിച്ചു വരണ്ടേ? അതിനും സാധിക്കില്ല. ഒരു സ്റ്റേഷനോ 2 സ്റ്റേഷനോ ആണെങ്കിൽ എങ്ങനെ ഒരു മനുഷ്യന് വരാം. ഇത്ര ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഇവനാകെ പേടിയായി. എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അങ്ങനെ അന്യനാടല്ല ട്രെയിന്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചിങ്ങനെ നടന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവൻ അന്ന് കളിയാക്കിയ ആളില്ലേ, അങ്ങോട്ട് പോകുമ്പോൾ അതേ ആള് അതേ ട്രെയിനിൽ അതേ കമ്പാർട്ട്മെൻറ്റിൽ ഇവൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത സ്ഥലത്ത് അയാൾ ഇരിക്കുന്നുണ്ട്. ഒന്ന് പിന്നാക്കം നടന്നു നോക്കുമ്പോൾ അതേ തലക്കെട്ടും അതേ മുണ്ടുമായിട്ട് അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ ഇവനങ്ങോട്ട് കണ്ടത്, ആ മോനെ എന്താ ഒരു കോയിൻസിഡൻസ് എന്ന് വെച്ചാൽ എന്തൊരു അതിശയമാണ്. പോകുമ്പോൾ കണ്ട അതേ ആൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇതേ ട്രെയിനിൽ വെച്ച് കാണുകയാണ്. വാ മോനെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. അല്ല എൻ്റെ സീറ്റ് അപ്പുറം, അത് കുഴപ്പമില്ല, തിരക്കില്ലല്ലേ മോനോട് ഇരിക്കുക പറഞ്ഞു. അങ്ങനെ വന്നിട്ട് പോയോ ഞാൻ എന്താ ചെയ്യാന്ന് അറിയാണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ട് പോണ സമയത്ത് മോൻ്റെ തമാശകൾ കേട്ടും സംസാരം കേട്ടും ഞാൻ മയങ്ങിപ്പോയി. എന്തൊരു നല്ല കുട്ടിയാണ് കുട്ടി. അയാൾക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല ഈ വ്യക്തിനെയാണ് കളിയാക്കിയതെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഈ കാര്യം എൻ്റെ മക്കളോടൊക്കെ പറഞ്ഞു, ഇത്രയും നല്ലൊരു യാത്രക്കാരനെ കിട്ടി. നോക്കൂ, ഒരു വ്യക്തിനെ അപമാനിക്കുമ്പോഴും കൂടെ ആ വ്യക്തിനെയാണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ആ വ്യക്തിക്ക് എത്ര സന്തോഷമാണ്. ഒരു മകനെ കാണുമ്പോൾ കണ്ടിട്ട് എന്താ മോനെ എന്നൊക്കെ പറഞ്ഞു. മെല്ലെ പറഞ്ഞു, ഞാനിങ്ങനെ ട്രെയിൻ കയറുന്ന വരെ എൻ്റെ കയ്യിൽ പേഴ്സ് ഉണ്ടായിരുന്നു. പേഴ്സ് ആരോ പിക്ക് പോക്കറ്റ് അടിച്ചിട്ട് എൻ്റെ അടുത്ത് കാശില്ല. അതിനെന്താണ് മോനെ, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ടെന്ന് പറഞ്ഞ് ഇയാളുടെ കയ്യിലുള്ള ടിഫിൻ കാരിയറിലുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവന് കൊടുത്ത്, പല്ല് തേക്കാനുള്ള പേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ സന്തോഷമായിട്ട് യാത്ര ചെയ്തു. അപ്പോൾ ഒക്കെ എൻ്റെ മനസ്സിലൊരു പശ്ചാത്താപം, ഈ വ്യക്തിയാണല്ലോ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവമാനിച്ചതെന്നുള്ള പശ്ചാത്താപം. അതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു കഥയാണ്, അതിന് വലിയൊരു മെസ്സേജ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അയാൾ ഇറങ്ങേണ്ട സ്ഥലമായി. ഇവനെക്കാളും മുമ്പാണ് അയാൾ ഇറങ്ങുക. അയാൾ ഇറങ്ങേണ്ട സമയമാകുമ്പോൾ എന്നാൽ ശരി മോനെ ഞാൻ പോയിട്ട് വരാമെന്ന് പറയണേക്കാളും മുമ്പ് ഒരു ഇത്ര കാശ് എടുത്തിട്ട് ഇവൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു. മോനെ ഇത് കയ്യിൽ വെക്കി, കാശൊന്നും ഇല്ലയെന്നല്ലേ പറഞ്ഞ്. ഇനിയും കുറച്ച് 1-2 സ്റ്റേഷൻ കഴിഞ്ഞിട്ടല്ലേ മോൻ്റെ സ്ഥലം എത്തുക. അപ്പോൾ അവിടെ നിന്നൊരു ബസ് വിളിച്ചോ വണ്ടി വിളിച്ചോ മോന് പോണ്ടി വരില്ലേ. അപ്പോൾ അത് ഇരിക്കട്ടെ വന്നിട്ട് കൊടുത്തൊരു തുക, അത്യാവശ്യം നല്ലൊരു തുക. അപ്പോൾ സാധാരണക്കാരനായ മനുഷ്യനാണ്. അത്യാവശ്യം നല്ലൊരു തുക കൊടുക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് ചോദിച്ചു, അതെ ഇത് തന്നാൽ ഞാൻ എങ്ങനെയാണ് തിരിച്ചു തരിക പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞൊരു മറുപടി എന്താ പറയുക, മോനെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ എവിടെയെങ്കിലും നമ്മൾ കണ്ടുമുട്ടും, അല്ലെങ്കിൽ മോനെപ്പോലെ ഇരിക്കുന്ന ആരെങ്കിലും മോൻ കണ്ടുമുട്ടും. അപ്പം മോനൊരു കാര്യം ചെയ്യും, അവരെ ഒന്ന് സഹായിച്ചാൽ മതി. അല്ലെങ്കിൽ ജീവിതം ഇത്രയല്ലേ ഉള്ളൂ. നോക്കൂ, നമ്മളൊരു കമ്പാർട്ട്മെൻറ്റിൽ ഒരുമിച്ച് അങ്ങോട്ട് യാത്രയായി, അറിയാത്ത 2 പേര് തിരിച്ചും വന്നില്ലേ, അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പാണ്. അതുപോലെ തന്നെ മോൻ എന്നെങ്ങനെ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടും. അല്ലാണ്ട് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊന്നും മേടിക്കണ്ട. മോൻ എൻ്റെ മോനെ പോലെ തന്നെ അല്ലേ. എൻ്റെ 2 മക്കൾ അവിടെ ഉണ്ടല്ലോ, അവർക്ക് നാളെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആരെങ്കിലും ഇതുപോലെ ഒരു ഉപകാരം ചെയ്താൽ അതിൻ്റെ പുണ്യം മതി എനിക്കെന്ന് പറയുമ്പോൾ ഇവൻ കരഞ്ഞു പോയിന്ന്. മനസ്സിലായി, കണ്ണിൽ വെള്ളം നിറച്ചു. ഇവൻ വീട്ടിലേക്ക് പോയിട്ട് ആദ്യത്തെ ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചു, ആ രഞ്ജു നിങ്ങളൊക്കെ പറയില്ലേ, ഒരാളിനെ ദുഃഖിക്കരുത്, ഒരാളുടെ ശാപം മേടിക്കരുത്, ഒരാളിനെ കുത്തുവാക്ക് പറയരുത്, ഒരാളിനെ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കടാ. അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നില്ലേ ഒരാൾ തലക്കെട്ടും കെട്ടിയിട്ട് താടിയും വിട്ട് മുണ്ടും എടുത്തിട്ട് ഒരാളുടെ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആളിനെ കളിയാക്കിയില്ലേ. ആ വ്യക്തി ഇല്ലെങ്കിൽ ആ ട്രെയിൻ മുഴുവനും ഞാൻ ഭക്ഷണിരുന്ന് വരണം, എൻ്റെ വീട്ടിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല. എന്തിന് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അത്യാവശ്യം ഭക്ഷണം കഴിച്ച് അവനെ വേണ്ടത് ചെയ്തിട്ട് പോകേണ്ട വേറെ പൈസ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ബന്ധമാണത് എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യനെ മനസ്സിലാക്കി അന്ന് തൊട്ടവൻ ഒരു മനുഷ്യനെയും ഈ നിമിഷം വരെ മനസ്സ് നോവണ വരെ കളിയാക്കിയിട്ടില്ല. കാരണം ജീവിതത്തിൽ നമ്മളെന്നും ഒരാളുടെ ഹൃദയം മുറിക്കുന്ന പോലെ ഒരാളെ എന്താ പറയുക ഇൻസൾട്ട് ചെയ്യരുത്. തമാശകളില്ലാതെ ജീവിതമില്ല. ഒരാളെ തമാശ പറയും, ആ തമാശ കേൾക്കുന്ന വ്യക്തിയും കൂടി
ആസ്വദിക്കണം. അപ്പം അമ്മേനോട് ഞാൻ തമാശ പറയുമ്പോൾ പോടാന്ന് അമ്മ പറയുമ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത്. കുത്തെന്ന് പറയുമ്പോൾ അടിക്കെന്ന് പറയുമ്പോൾ ആ തമാശയ്ക്ക് ഒരു കെമിസ്ട്രി ഉണ്ട്. അതല്ലാണ്ട് മൂന്നാമത്തെ ഒരു വ്യക്തി നമ്മുടെ മുമ്പത്ത് വന്ന് നിൽക്കുമ്പോൾ ആ വ്യക്തിയെ അവൻ്റെ മുമ്പത്ത് ചിലർക്കത് മനസ്സിലാവും, പക്ഷെ പ്രകടിപ്പിക്കില്ല. പക്ഷേ ഈ നല്ല മനുഷ്യനത് മനസ്സിലായില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ച് അതിനുള്ള ശിക്ഷ അപ്പക്കപ്പം കിട്ടും. ഇവന് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? ഇവൻ ഇങ്ങോട്ട് പുറപ്പെട്ടു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവൻ ആ ട്രെയിന് തിരിച്ച് നാട്ടിലേക്ക് കയറുന്നത്. അതേ ട്രെയിനിൽ ഇവനിരിക്കുന്ന ആ ഒരു കമ്പാർട്ട്മെന്റ് തൊട്ട് ബാക്കിൽ അയാൾ ഇരിക്കാൻ വഴിയായി. അതിൻ്റെ ഒപ്പം തന്നെ ദൈവത്തിൻ്റെ ഒരു സിഗ്നേച്ചർ കണ്ടോ? നീ ആരെയാണോ ഒരു യാത്ര നീളം അപമാനിച്ചത്, അടുത്തിരിക്കാൻ മടിച്ചത്, ആ ഒരു മനുഷ്യൻ നിന്നെ വീടെത്താൻ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു വ്യക്തി ഒരു വസ്ത്രം കണ്ട ഒരു വ്യക്തി നമ്മൾ ഒരിക്കലും അളക്കരുത്, വസ്ത്രം കണ്ടിട്ടോ. അപ്പോൾ ഏതൊരു വ്യക്തിയെ നമ്മൾ അപമാനിക്കുന്നു വിചാരിക്കുന്നു, പക്ഷേ ദൈവത്തിൻ്റെ ഒരു കൈയൊപ്പുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളൊരു പാഠം പഠിപ്പിക്കും. ഇത് ദൈവം പഠിപ്പിച്ച പാഠമാണ്. അല്ലെങ്കിൽ അതേ സമയത്ത് അതേ നേരത്ത് അതേ ബോഗിയിൽ ഒരുമിച്ച് സഞ്ചരിക്കണമെങ്കിൽ അതിൻ്റെ അപ്പോൾ അയാൾ എത്ര വലിയൊരു മനുഷ്യനായിരിക്കും. അപ്പോൾ ജീവിതത്തിൽ ഒരു വേഷത്തെയും കണ്ട് നിസ്സാരമായി കാണരുത്, ഒരു വ്യക്തിയെയും കണ്ട് നിസ്സാരമായി കരുതരുത്. ആരെ കണ്ടിട്ട് നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറയരുത്. ജീവിതത്തിൽ ഏത് സമയത്ത് ആര് ഉപകാരപ്പെടും, ആർക്ക് എങ്ങനെ എപ്പോ എന്നുള്ളത് ആരെ കൊണ്ടും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് ചീത്ത പറയരുത്. ഞാൻ എപ്പോൾ അമ്മക്ക് ഉപകാരപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കഥയും കൊണ്ട് ഒരു വലിയൊരു സാരാംശം അല്ല അത് കണ്ട ഈ കുത്താൻ വരുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വലിയൊരു അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു കഥയുണ്ടോ കേൾക്കും, സത്യസന്ധമായ കഥയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് എന്താ പറഞ്ഞാൽ നമ്മൾ ഒരു ദൈവതുല്യനായ മനുഷ്യനാണ് ആള്. സ്വന്തം അഡ്രസ്സും കൂടി കൊടുത്തില്ല. അപ്പം അങ്ങനെ ഒരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരു ദോഷം മറിച്ചിടുന്ന സമയം കൊണ്ട് അതിന് മറുപടി കിട്ടിയത്. അപ്പം നമ്മളൊരാളിനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അയാൾ അത്രയും ശുദ്ധനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാട്ടവാറയുടെ എത്രയും പെട്ടെന്നായിരിക്കും. അപ്പോൾ ഒരിക്കലും അമ്മ ഒരിക്കലും എന്നെ ഇങ്ങനെ മിനിറ്റിന് അടിക്കാനും കുത്താനും വരരുത്. ചിലപ്പോൾ എന്നെ അടിക്കാൻ കുത്താൻ വന്നതിൻ്റെ പകരം വീട്ടിൽ ചിലപ്പോൾ അമ്മയ്ക്ക് അറിയാണ്ട് അച്ഛനെയും കൊണ്ടായിരിക്കും. അച്ഛൻ വെറുതെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുത്ത്, ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു കുത്തിന്ന് വരും. ചിലപ്പോൾ അങ്ങനെ ചെയ്യില്ല. കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണ്ടത് എന്താണെന്നറിയോ, ഒരിത്തിരി ഇത് ഓഫ് ചെയ്തു മതി. ഓഫ് ചെയ്തിട്ടില്ല, ചെയ്യാൻ പോവാണ്. തെറ്റ് പറ്റില്ലേ? അപ്പൊ ഇതാ ഓഫ് ചെയ്തു. ഇനി ഒരു തുള്ളി വെളിച്ചെണ്ണ, അതിന്റെ ഒരു ഫ്ലേവർ നല്ലതാണ് ഈ കറിക്ക്. ചില കറികൾക്ക് അങ്ങനെ ചെയ്യണം. ഇതിനെനിക്ക് ഒരു നോസ്റ്റോൾജിക് ഒരു ഫീലാണ്. എനിക്ക് ഈ കറി വലിയ ഇഷ്ടമാണ്. അത് മാത്രമല്ല ചോട്ടൂനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ചോട്ടൂന് ഈ കറി ഉണ്ടെങ്കിൽ ഭയങ്കര എന്താണോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ കറിയോട് ഭയങ്കര. അത് അമ്മക്ക് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ആയിരിക്കും തിന്നുണ്ടാവും. അത് കാരണം കൊണ്ട് ആമാ കുട്ടികൾക്ക് നിങ്ങൾ എന്താണ് വയറ്റിനുള്ളിൽ കൊടുക്കുക അതന്നെ. അപ്പൊ പിന്നെ ഞാൻ എന്താണ് അതന്നെ പുളി മുളകൊക്കെ ഇടിച്ചൊക്കെ തിന്നിട്ടുണ്ട്. ഇതിലുണ്ട് അത്. അയ്യോ അതിപ്പോ ഞാൻ തിന്നു കാണിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രല്ല ഞാനിത് ഈ എന്താണ് പറയാ കരി അടുപ്പിലെ കരിയില്ലേ മതി മതി. ഇതാര നുണ പറഞ്ഞാണ്. നിക്ക് അതല്ല ഈ അമ്മമാര് തിന്നത് മക്കള് തിന്നത് ആരെ നുണ പറഞ്ഞാണ്. ഞാൻ അംഗീകരിക്കില്ല. ഞങ്ങളൊന്നും അത് തിന്നില്ല, തീറ്റിക്കും വേണ്ട. അത് എന്നെ പ്രസവിക്കുമ്പോഴോ അല്ല നിക്ക് ഞാൻ കുട്ടിയായിരിക്കുമ്പോഴോ അതന്നെ അമ്മ. ഞാൻ എന്തിനാ കരി തിന്നണത്? കരി എന്നെ വയറ്റിൽ കിടക്കുമ്പോഴാണ് അമ്മ കരിയൊക്കെ വരുത്തുന്നത്. അതിനോടൊരു കരി എടുത്തിട്ട് കടിക്കാൻ തോന്നി ഒരു ദിവസം. ഞാൻ വന്നിട്ട് അത് കണ്ടിട്ട് എന്റെ അമ്മായി ഉണ്ടായിരുന്നില്ലേ, കൊച്ചമ്മായി, അവര് എന്താണ് ഈ കടിക്കണത്, കരി തന്നെ. മണ്ണ് വല്ലതും വരുത്തുന്നുണ്ടോ? മണ്ണ് വരുത്തുന്നു, മൺകട്ട അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് മണ്ണൊക്കെ വരുത്തിരുന്നുണ്ടത്. അല്ലമ്മ അല്ല എന്താ എന്നെ വയറ്റിനുള്ളൊരു കൊല്ലാൻ നോക്കിയതാമ്മ? അല്ല കടലിങ്ങനെ ഇട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അവിടെ പോയി ഇരുന്നിട്ട് ഒരു കരി എടുത്തിട്ട് വെറുതെ അങ്ങനെ കടിച്ചു നോക്കി. എന്തിനാന്ന് എനിക്കെന്നെ ഓർമ്മ. അല്ലമ്മ ഈ അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൈപ്പും കൊണ്ടാണല്ലോ നമ്മൾ ഈ ഭക്ഷണം കഴിക്കണത്. അമ്മ ഈ കരിയും മണ്ണും അമ്മ കണല് വാരത്തില്ലാത്തത് ഭാഗ്യം. അല്ലെങ്കിൽ ഞാൻ ഊമയായിട്ട് ജനിച്ചേനെ. നന്നായി. എന്തൊക്കെ അമ്മ വയറ്റിൻ്റെ ഉള്ളിലെ അമ്മേനെ ദ്രോഹിക്കാൻ തുടങ്ങിയില്ലേ? കരി വാരി തിന്നോ? അപ്പുറത്ത് കണലുണ്ടായിരുന്നോ? ഇങ്ങനെ ഉണ്ടാവും ഈ കറി കണ്ട.
അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ചോറിന് മാത്രം, ചോറിന് നല്ല ടേസ്റ്റാണ്, ചപ്പാത്തിക്കോ ദോശയ്ക്കോ പുട്ടിനോ ഒക്കെ കഴിക്കാൻ പറ്റും. പുട്ടിനോ ബ്രെഡിനോ. ഇത് നല്ല കറിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിന്ന് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നത്, വേറെ ഒന്നുമില്ല, പണി കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അമ്മ എന്നെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഈ കരി മണ്ണ് അല്ലല്ല വയറ്റിനുള്ളിൽ സോറി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്നെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി. ഒരു ദിവസം മതിയല്ലോ. നിക്ക് ആ കരിയുടെ കഷ്ണവും മറ്റേ ആ കുഞ്ഞു കുട്ടിയുടെ വായിൽ കുടുങ്ങിയിട്ട് ആ വയറ്റിനുള്ളിൽ കിടന്നിട്ട് ശ്വാസം മുട്ടിയിട്ട് എന്റെ കാര്യത്തിലൊരു തീരുമാനം വയറ്റിനുള്ളിൽ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ലോകം കാണാൻ പറ്റുന്നതായിരുന്നോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മ പറയില്ലേ എടാ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയില്ലേ, മണ്ട ഇങ്ങനെയൊക്കെ പറയില്ലേ. എങ്ങനെ ആവാണ്ടിരിക്കും? അമ്മ ഈ കരിയൊക്കെ വരുത്തുന്ന വളർത്തിയ കുട്ടികൾ എങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ? എന്നിട്ട് ഞാൻ ആലോചിക്കുക വയറ്റിൻ്റെ ഉള്ളിലെ അമ്മയ്ക്ക് എന്നോട് ഇത്ര വൈരാഗ്യമായിരുന്നു. ഇത് മുൻകൂട്ടി ഈ പുരാണങ്ങളിലൊക്കെ പറയില്ലേ, അതുപോലെ നേരത്തെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനിക്കാൻ പോകുന്നത് ഒരു അസുര വിത്താണ്, അത് ഭൂമിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ? അല്ലെങ്കിൽ എവിടെയെങ്കിലും നിനക്ക് എവിടെയെങ്കിലും ശാസ്ത്രം ചോദിപ്പിച്ചോ ഈ ജനിക്കാൻ പോകുന്നതിന് 3 തലയുണ്ടാവും, 4 കാലുണ്ടാവും, 5 കൈ ഉണ്ടാവും എന്നൊക്കെ? ഇല്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അന്നത്തെ കാലത്ത്. അങ്ങനെ മറ്റേ പറഞ്ഞിട്ട് ഈ അസുരനെ ശരിയാക്കണം വയറ്റിനുള്ളിൽ വന്നിട്ട്. നിക്ക് എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അവനെ പ്രസവിക്കുമ്പോ ഇങ്ങനെ വല്ലതും അമ്മ തിന്നുണ്ടോ? നല്ല സാധനങ്ങളായിരിക്കും അമ്മ തിന്നുണ്ടാവുക. നിക്ക് ഞാൻ പറഞ്ഞുതരാം. എല്ലാ അമ്മമാർക്കും ഒരു എക്സ്പെരിമെൻ്റ് ആണ് മൂത്ത മകൻ എന്ന് പറയണത്. അത് മക്കളെ വളർത്തുമ്പോഴായാലും ശരി, വയറ്റിൻ്റെ ഉള്ളിൽ ഉള്ളപ്പോഴാണെങ്കിലും ശരി. വയറ്റിൻ്റെ ഉള്ളിൽ ഉള്ളപ്പോൾ കരി മണ്ണും ഒക്കെ വാരി തിന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, മൂത്ത മക്കൾക്ക് വേണ്ടിയിട്ട്. അതൊക്കെ വാരി തിന്ന അമ്മ രണ്ടാമത്തെ ഒരു കുട്ടീനെ പ്രസവിക്കുമ്പോൾ അമ്മയ്ക്ക് ബുദ്ധി ഉണ്ടാവും. അന്ന് അമ്മ മനസ്സിലാക്കി ഈ കരി മണ്ണൊന്നും വാരി തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും തിന്നാണ്ട് പൗഷ്ടികമായ ആഹാരം നിന്ന് രണ്ടാമത്തെ കുട്ടീനെ വളർത്തും. അതേപോലെ മൂത്ത കുട്ടീനെ എങ്ങനെ കുളിപ്പിക്കണമെന്നും എങ്ങനെ നടത്തിക്കണമെന്നും അറിയാണ്ട് പകുതി മണ്ടനാക്കും. അതാക്കി കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടീനെ വളർത്തുമ്പോൾ അതെല്ലാം കറക്റ്റായിട്ട്, കാരണം ആ കുട്ടിയിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയാണ്. കാരണം ഓരോ എക്സ്പെരിമെൻറ്റിന് വെച്ചെടുക്കുകയാണ് മൂത്ത കുട്ടികളെ. അങ്ങനെ പഠിച്ചിട്ട് ഒരു പേരും വെക്കും കുട്ടിക്ക്. എന്ത് പറയും? മൂത്ത കുട്ടീനെ എന്തിനാ വിളിക്കുക? അല്ല, അത് മനസ്സിലായി. അതിനാണല്ലോ അമ്മ എന്നെ പോലെ തന്നെ മണ്ടിയായിരിക്കണം. അല്ല, അമ്മേനെ പോലെ ഞാനും മണ്ടനായിരിക്കണത്. അപ്പോൾ ഈ മൂത്ത കുട്ടികൾക്ക് റോമന പേര് വിളിക്കല്ലോ, എന്താണത്? പറയൂ. കടിഞ്ഞൂട് പൊട്ടൻ പൊട്ടി ആയതല്ല, നിങ്ങളെ അമ്മമാരുണ്ടാക്കിയതാണ്. മനസ്സിലായില്ലേ? അന്ന് ഈ 16 വയസ്സിലെ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നറിയാതെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചൊക്കെ എങ്ങനെ പറയാ, ആദ്യത്തെ മാടിനെ കണ്ടത്തിൽ കൂട്ടാറൊക്കെ പണിയോ, കൂട്ടുമാടെ പറഞ്ഞ മാടിനറിയണ്ടേ എങ്ങനെ പൂട്ടേണ്ടതെന്ന്. അതുപോലെ ബുദ്ധിമുട്ടിച്ചാണ് ഓരോ മൂത്ത മക്കളെയും വളർത്തുന്നത്. ഇപ്പം മനസ്സിലായി. എല്ലാ മൂത്ത മകനെ നിങ്ങളിതൊക്കെ കേട്ടോളൂ കേട്ടോ. അപ്പൊ ഈ കറി അത്രേ ഉള്ളൂ, സിമ്പിൾ ഒരു കറി. അപ്പൊ നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വരികയല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോ അത് കാണിക്കണമെന്നുള്ളൂ കേട്ടോ. അത് ഇത്ര വലിയ കറിയൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇത് അറിയായിരിക്കും, എന്നാലും ഞാൻ കാണിച്ചു. അപ്പൊ നിങ്ങളൊന്ന് വെച്ച് നോക്ക്, വെക്കാത്തവരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ബൈ.